ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സ്ക്രഞ്ചീസാണ്. നമ്മൾ പുഴുവെന്നോ അല്ലെങ്കിൽ ഹെയർ ബൺ എന്നൊക്കെ പറയും. നല്ല ഭംഗിയുള്ള സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമുക്ക് ആവശ്യമായത് തുണി വേണം. ഡ്രസ്സൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി വരുന്ന തുണി മതി കേട്ടോ. ഇലാസ്റ്റിക്, സേഫ്റ്റി പിന്ന്. ആദ്യം നമ്മൾ തുണി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ 21 സെൻറ്റിമീറ്റർ നീളവും 2.5 ഇഞ്ച് വീതിയും ഉള്ളത് എടുക്കുക. ഇത് ഞാനിപ്പോൾ ഒരു മീഡിയം ലെവലുള്ളതാണ് തയ്ക്കുന്നത്. നിങ്ങൾക്കിതിന് വലുതൊക്കെ തയ്ക്കാം. എന്നിട്ട് നല്ല വശം ഉള്ളിലായിട്ട് വേണം നമ്മളിത് മടക്കാൻ. നല്ല വശം ഉള്ളിലായിട്ട് മടക്കിയിട്ട് വേണം ഇത് മുകളിൽ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. മുകളിലും താഴെയായിട്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമ്മൾ തയ്ക്കുമ്പോൾ ഈ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് തയ്ക്കേണ്ടത്. 1.5 ഇഞ്ച് വിട്ടിട്ട് 1.5 ഇഞ്ച് മുകളിൽ തന്നെ നിങ്ങൾ നിർത്തുകയും വേണം. ഇങ്ങനെ വൃത്തിക്ക് തയ്ച്ചെടുക്കുക. ഇതുപോലെ 1.5 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തതിന് ശേഷം ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സേഫ്റ്റി പിന്ന് കുത്തി ഈ നല്ല വശം, നമ്മൾ ഉൾവശം നല്ല വശം ഉള്ളിലാക്കിയിട്ടാണല്ലേ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നല്ല വശം എന്ത് ചെയ്യുക, പയ്യെ പുറത്തേക്ക് എടുക്കുക. അതിന് ഈ പിന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ച് പയ്യെ എന്ത് ചെയ്യുക, ആ നല്ല വശം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സേഫ്റ്റി പിന്ന് മാറ്റി ഇത് പയ്യെ എന്ത് ചെയ്യുക, വിടർത്തി വേണമെങ്കിൽ ഒന്ന് തേക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനത് തേച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ ഉൾവശം നല്ല വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ തറ്റം എന്ത് ചെയ്യുക, തയ്ച്ചു കൊടുക്കുക. തറ്റം തയ്ച്ചു കൊടുത്തിട്ട് എല്ലാം ലോക്കിട്ടിട്ട് വേണം കേട്ടോ തയ്ക്കാൻ. തയ്ച്ചു കൊടുത്തതിന് ശേഷം അത് പയ്യെ വിടർത്തുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് പയ്യെ അത് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇലാസ്റ്റിക് ഇടണം. ഇലാസ്റ്റിക് നമ്മുടെ സ്വന്തം, ഇപ്പം ഞാൻ എൻ്റെ കയ്യിൻ്റെ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു 7 ഇഞ്ചൊക്കെ മതി കേട്ടോ. 7 ഇഞ്ചൊക്കെ വലിപ്പത്തിലെടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ സേഫ്റ്റി പിൻ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പയ്യെ ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഇത് തയ്ക്കുക. ഇപ്പോൾ കുറച്ച് ചെറിയ ഇലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിടാം. അപ്പം ഞാനിതിപ്പോൾ തയ്ക്കുകയാണ് ചെയ്തത്. കൈ കൊണ്ടായാലും തയ്ക്കാം കേട്ടോ. ഇത് തയ്ച്ചതിന് ശേഷം വൃത്തിക്ക് ഇത് തയ്ക്കുക. തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. തയ്ച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉൾവശം എന്ത് ചെയ്യുക, നമ്മളിനി ഇത് തയ്ച്ച് കൊടുക്കുക. വൃത്തിക്ക് അത് ശരിയാക്കി ഈ ഉള്ളിലെ ഭാഗം ഒന്നും കാണാതെ വൃത്തിക്ക് തയ്ക്കുക. ഇത് തയ്ക്കുമ്പോൾ ഒരേ കളർ നൂല് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതെന്താ ചെയ്യുക, വൃത്തിയായിട്ടിരിക്കുള്ളൂ. പിന്നെ ഇത് കൈത്തുന്നായാലും ഉള്ളിൽ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തയ്ക്കുകയാണെങ്കിലും അത് നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും. നമ്മൾ തയ്യൽ കാണാത്ത രീതിക്ക് അങ്ങ് തയ്ച്ച് കൊടുത്താൽ മതി. ഇവിടെ തയ്ച്ചിട്ടുണ്ട്. തയ്ച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പയ്യെ ആ ഞൊറിവെല്ലാം കറക്റ്റാക്കി കൊടുക്കുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വരുന്ന തുണിയൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് പല നിറത്തിലുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.